ഹലോ മക്കേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ JK. മക്കളെ, നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് സ്പെറിക്കൽ മിറർ, ഗോളീയ ദർപ്പണങ്ങൾ. ഈ ചാപ്റ്ററിനകത്ത് ഈ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ, അറിഞ്ഞിട്ടില്ലെങ്കിൽ, മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ മക്കളെ ഈ ഒരു ചാപ്റ്റർ പഠിക്കാൻ കഴിയൂല. അതാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, വൃത്തിയായിട്ട് കേട്ട് അറിഞ്ഞ് മനസ്സിലാക്കി പഠിക്കൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ ഈ ചാപ്റ്റർ പഠിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം പറയുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം ഇങ്ങോട്ട് തന്നെ ശ്രദ്ധിച്ചോളൂ. ഞാൻ എല്ലാവരും ആവാഹിച്ചെടുക്കുകയാണ്. ഞാൻ പറയുന്ന വാക്കുകളിലേക്ക്, പോയിന്റിലേക്ക് മാത്രമായിരിക്കട്ടെ ശ്രദ്ധ. ഷും ഓക്കെ. അപ്പോൾ നോക്കിക്കോളൂ, സ്പെറിക്കൽ മിറർ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യ രണ്ട് മിററുകൾ നമ്മൾ പഠിക്കണം. അപ്പോൾ നോക്കി, ഇതിനെ നമ്മൾ കോൺവെക്സ് മിറർ എന്ന് പറയും, ഇതിനെ നമ്മൾ കോൺകേവ് മിറർ. അത് എങ്ങനെയാണ് കണ്ടെത്തുന്നത് ചോദിച്ചാൽ, ഞാനിവിടെ ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷെയ്ഡ് ചെയ്ത ഭാഗം റഫായിട്ടുള്ള ഭാഗമാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്ന കർവ്ഡ് ഔട്ട്വേർഡ്, പുറത്തുനിന്നാണ് ലൈറ്റ് എന്ത് ചെയ്യുന്നത്, പ്രതിഫലിക്കുന്നത്. അതുകൊണ്ട് അത് കോൺവെക്സ് ആയി മാറി. ഇനി ഇവിടെ ഞാൻ എന്ത് ചെയ്തു, പുറം ഭാഗത്ത് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് വെച്ചു, അവിടെ റഫായിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ ഉള്ളിൽ നല്ല സ്മൂത്ത് ആണ്. അപ്പോൾ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്ന കർവ്ഡ് ഇൻവേർഡ്, ഉൾഭാഗത്ത് നിന്നാണ് ലൈറ്റ് പ്രതിഫലിക്കുന്നതെങ്കിൽ അത് കോൺകേവ് ആണ്. അപ്പോൾ ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ഇതേതാണ്, ഇതൊരു കോൺവെക്സ് ആണെന്ന് ഓർത്തേക്ക്. ഇതേതാണ്, ഇതൊരു കോൺവെക്സ് ആണ്. ഇതേതായിരിക്കും, ഒരു കോൺകേവും. അപ്പോൾ അതിനാദ്യം അങ്ങനെ ആദ്യം രണ്ട് മിററുകൾ ഓർത്തേക്കുക. സ്പെറിക്കൽ മിറർ രണ്ട് ടൈപ്പാണ്, കോൺകേവും കോൺവെക്സും. ഇനി അടുത്ത ഏത് കോൺകേവ് ആയാലും കോൺവെക്സ് ആയാലും ഇത്രയും പോയിന്റുകൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ, അറിഞ്ഞിട്ടില്ലെങ്കിൽ ഈ ചാപ്റ്റർ തന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും, ദേഷ്യവും വെറുപ്പവും. അപ്പോൾ നമ്മൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇവിടെ ഒരു കോൺകേവ് മിറർ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ കോൺകേവ് മിററിൻ്റെ ഈ വലുപ്പത്തിനെ ഇത്രയും ഭാഗം ലൈറ്റ് തട്ടിയാൽ പ്രതിഫലിക്കുന്ന അത്രയും ഏരിയ. അപ്പോൾ ഈ ഒരു വലുപ്പത്തിന് ഞാൻ ഇവിടെ വെറുതെ പേര് കൊടുത്തു, APB എന്ന് പേര് കൊടുത്തു, അല്ലെങ്കിൽ AB എന്ന് പേര് കൊടുത്തു. അതിനെ നമ്മൾ അപ്പേർച്ചർ എന്ന് പറയാം. അപ്പോൾ ഈ ഒരു മിററിൻ്റെ ഈ വലുപ്പത്തിന് നമ്മൾ എന്ത് പേര് കൊടുത്തു, അപ്പേർച്ചർ. എൻ്റെ ഒപ്പം ഇങ്ങനെ പറഞ്ഞാൽ മതി, അപ്പേർച്ചർ, അപ്പാർച്ചർ, എങ്ങനെയും പറയാം. ഇംഗ്ലീഷ് മീഡിയം ആയാലും മലയാളം മീഡിയം ആയാലും ഇതേ പേര് തന്നെ പഠിക്കണം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കോൺകേവ് മിറർ ആണോ കോൺവെക്സ് മിറർ ആണോ ഏതായാലും കുഴപ്പമില്ല, അതിൻ്റെ ഈ ഒരു വലുപ്പത്തിനാണ് നമ്മൾ അപ്പേർച്ചർ എന്ന് പറയുന്നത്. ഇനി ഈ അപ്പേർച്ചറിൻ്റെ മധ്യബിന്ദു അല്ലെ, മിഡ് പോയിന്റ്, ഇതിനെ ഞാൻ P അടയാളപ്പെടുത്തി, അതിനെ നമ്മൾ പോൾ എന്ന് പറയാം. അതിനെ നമ്മൾ എന്ത് പേര് അറിയാം, പോൾ എന്ന് പറയും. അപ്പോൾ കോൺകേവ് ആയാലും കോൺവെക്സ് ആയാലും ഈ അപ്പാർച്ചറിന്റെ മധ്യബിന്ദുവിനെ നമ്മൾ എന്ത് പേര് കൊടുത്തു, പോൾ. അത് ഇംഗ്ലീഷ് മീഡിയം ആയാലും മലയാളം മീഡിയം ആയാലും ഒരേ പേര് തന്നെയാണ്, ഓർത്ത് വയ്ക്കുക. ഇനി അടുത്തത്, പോളിലൂടെ ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വരച്ചു വിചാരിക്കുക. അതിനെ നമ്മൾ പറയുന്ന പേരാണ് മുഖ്യ അക്ഷം, പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയും, പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ പോളിലൂടെ ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച അതിനെ നമ്മൾ പറയുന്ന പേരെന്താണ്, പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നു. ഇനി ഇതൊരു വൃത്തമായിട്ട് സങ്കല്പിച്ചാൽ അതിനൊരു സെന്റർ ഉണ്ട്. ഈ സെന്ററിനെയാണ് നമ്മൾ വക്രതാ കേന്ദ്രം അല്ലെ, C അടയാളപ്പെടുത്തി. ഇതിപ്പോൾ ഒരു വൃത്തമായിട്ട് സങ്കല്പിച്ചാൽ അതിനൊരു സെന്റർ ഉണ്ട്. ഈ സെന്ററിനെ നമ്മൾ പറയുന്ന പേരാണ് സെന്റർ ഓഫ് കർവേച്ചർ. കണ്ടല്ലേ, സെന്റർ ഓഫ് കർവേച്ചർ, വക്രതാ കേന്ദ്രം. അത്രേ ഉള്ളൂ. ഇനി അതോടൊപ്പം തന്നെ നമ്മൾ ഈ സിയിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഈ ഡിസ്റ്റൻസിനെ നമ്മൾ റേഡിയസ് എന്ന് പറയുക, ആരം എന്ന് പറയും. നിങ്ങൾ മാത്സിലൊക്കെ പഠിച്ചിട്ടില്ല ആരം. അതുകൊണ്ട് നമ്മൾ അതിനെ പറയുന്ന പേര് റേഡിയസ് ഓഫ് കർവേച്ചർ, വക്രത ആരം. അപ്പോൾ ഏത് മിറർ കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യണം, അപ്പേർച്ചർ അറിയണം, പോൾ അറിയണം, അതിലൂടെ വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ പ്രിൻസിപ്പൽ ആക്സിസ് മുഖ്യ അക്ഷം അറിയണം. C എന്ന് കണ്ടാൽ അത് കേന്ദ്രം, വക്രതാ കേന്ദ്രം, സെൻറ്റർ ഓഫ് കർവേച്ചർ ആണെന്ന് അറിയണം. സിയിൽ നിന്ന് Pയിലേക്കുള്ള ഈ ദൂരം നമ്മൾ റേഡിയസ്, ആരം എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പേരുകൾ, ഈ ടെക്നിക്കൽ പേരൊക്കെ പഠിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഈ ചാപ്റ്റർ ബുദ്ധിമുട്ടാവും. എന്നിട്ട് ഇതൊന്നും പഠിക്കാതെ ഫിസിക്സ് ബുദ്ധിമുട്ടാണ്, ഈ ചാപ്റ്റർ ബുദ്ധിമുട്ടാണെന്ന് പറയും പല കുട്ടികളും. അപ്പോൾ മക്കളെ ഓർത്തേക്ക്, അപ്പോൾ ഇത് ബുദ്ധിമുട്ടാവരുത്, ഇത് പഠിച്ചു വെക്കണം, ഈ പേരൊന്ന് പഠിച്ചു വെക്കണം. കോൺകേവ് ആയാലും കോൺവെക്സ് ആയാലും, ഇപ്പോൾ കോൺവെക്സ് എടുത്താൽ ഇതേപോലെ തന്നെ, ഇതാണ് അപ്പേർച്ചർ, ഇത് പോള്, ഇത് പ്രിൻസിപ്പൽ ആക്സിസ്, അതിൻ്റെ സെൻറ്റർ എന്താവും, കേന്ദ്രം. അത്രേ ഉള്ളൂ, വേറെ ഒന്നും ഇതിനകത്തില്ല. ഇനി അടുത്ത നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഫോക്കസ് ആണ്. ഇതൊരു കോൺകേവ് ആണ്. ഈ കോൺകേവിൻ്റെ സെൻറ്ററിലൂടെ ഞാൻ ഒരു മഞ്ഞ കളർ കൊടുത്തിട്ടില്ല, അതിനെ നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയാം. ഈ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് എത്ര ലൈറ്റ് വന്നാലും ആഫ്റ്റർ റിഫ്ലക്ഷൻ കൺവേർജ് ടു എ പോയിന്റ്, ഒരു പോയിന്റിൽ കൂടിച്ചേരും. അപ്പോൾ വെൻ എ റേ ഓഫ് ലൈറ്റ് ഫാളിംഗ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് മുഖ്യ അക്ഷത്തിന് സമാന്തരമായി വന്നാൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ, പ്രതിഫലനത്തിന് ശേഷം ഒരു പ്രത്യേക പോയിന്റിൽ കൂടിച്ചേരുന്നു. ഈ പോയിന്റിനെ നമ്മൾ ഫോക്കസ് എന്ന് പറയുക. ഇതൊരു റിയൽ ഫോക്കസ് ആണ്.
ഇതെന്താണ് യഥാർത്ഥത്തിൽ അവിടെ കൂടിച്ചേരുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഏത് ഫോക്കസ് ആണ്? റിയൽ ഫോക്കസ്. റിയൽ അല്ല കേട്ടോ, റിയൽ ഫോക്കസ്. അപ്പോൾ കോൺകേവിൻ്റെ ഫോക്കസ് യഥാർത്ഥ ഫോക്കസ് ആണ് ഓർത്തേക്കുക. അപ്പോൾ കോൺവെക്സിൻ്റെ ഫോക്കസ് നോക്കൂ. ഇതാണ് ഒരു കോൺവെക്സ്, ഇത് പ്രിൻസിപ്പൽ ആക്സിസ്. ഇവിടുന്ന് ഒരു ലൈറ്റ് വന്നു, ഇത് പുറത്തേക്ക് പോയി. ഇവിടുന്ന് ഒരു ലൈറ്റ് വന്നു, അതും പുറത്തേക്ക് പോയി. ഇവിടുന്ന് ഒരു ലൈറ്റ് വന്നു പുറത്തേക്ക്, ഇവിടെ കൂടിച്ചേരുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തതാ, ഇവിടെ ഇങ്ങനെ ഡോട്ട് കൊടുത്തിട്ട് നമ്മൾ സങ്കല്പിക്കുകയാണ്, ഇവിടുന്നാണ് അത് പോകണമെന്നുള്ളത് സങ്കല്പിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാങ്കല്പിക പോയിന്റിനെ നമ്മൾ ഫോക്കസ് എന്ന് പറയാം. അതുകൊണ്ട് ഇത് റിയൽ ഫോക്കസ് അല്ല, പകരം അതിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? വെർച്വൽ ഫോക്കസ്, മിഥ്യാ ഫോക്കസ് എന്നൊക്കെ അറിയാം. അപ്പോൾ ഇവിടെ ഇതേപോലെ തന്നെ when a ray of light falling parallel to the principal axis after reflection diverge from a point, ഒരു പോയിന്റ് ഇങ്ങനെ ഡൈവേർജ് ചെയ്ത് പോകുന്നു. ദിസ് പോയിന്റ് ഈസ് നോൺ ആസ് ഫോക്കസ് ആണ്. ഇത് ഫോക്കസ് എങ്ങനത്തെ ഫോക്കസ് ആയിരിക്കും? വെർച്വൽ ഫോക്കസ് ആയിരിക്കും. അപ്പോൾ കോൺകേവിൻ്റെയും കോൺവെക്സിൻ്റെയും ഫോക്കസുകൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഞാനതൊരു ടേബിളാക്കി. ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ കോൺകേവ് മിററിൻ്റെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ അത് റിയൽ ആണ്. കോൺവെക്സിൻ്റെ അപ്പോൾ ഏതായിരിക്കും? മിഥ്യയായിരിക്കും. ഇനി അടുത്ത് ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ, മിററിൻ്റെ മുന്നിലാണ് എപ്പോഴും ഏത് വരുന്നത്? കോൺകേവ് മിററിൻ്റെ ഫോക്കസ്. ബിഹൈൻഡ് ദ മിററാണ് ഏത് വരുന്നത്? നമ്മളെ ഇതിൻ്റെ ഫോക്കസ് വരുന്നതെന്ന് ഓർത്ത് വയ്ക്കുക. ഏത്? കോൺവെക്സിൻ്റെ. അപ്പോൾ ഇത്രയും കാര്യം. അപ്പോൾ നോക്ക്, ഞാൻ ഈ പറഞ്ഞ ഈ ഒരു കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മളെ സ്പെറിക്കൽ മിറർ എന്നുള്ള ചാപ്റ്ററിനകത്ത് ആദ്യത്തെ ബേസിക് ആയിട്ട് പഠിക്കേണ്ട കാര്യം കോൺകേവും കോൺവെക്സും, അപ്പർച്ചർ, പോള്, പ്രിൻസിപ്പൽ ആക്സിസ്, സെൻറ്റർ ഓഫ് കർവേച്ചർ, വക്രത കേന്ദ്രം അല്ലെങ്കിൽ വക്രത ആരം, പിന്നെ ഫോക്കസ് റിയൽ ആണോ? അപ്പോൾ എന്താണ് കോൺവെക്സിൻ്റെ ഫോക്കസ് എന്താണ്? വെർച്വൽ ആണ്. കോൺകേവിൻ്റെ ഫോക്കസ് റിയൽ ആണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് പഠിക്കാതെ നമ്മൾ മുന്നോട്ട് പോകാൻ പാടില്ല. അപ്പോൾ ഇതേപോലെ ബുദ്ധിമുട്ടുള്ള ഏരിയകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ ഇതേപോലെ ചെറിയ ചെറിയ വീഡിയോകളാക്കി സെറ്റ് ചെയ്യാം. നിങ്ങളത് കാണണം, പഠിക്കുക, അറിഞ്ഞിരിക്കുക. ഓക്കെ.